തെറ്റിദ്ധരിച്ച ഫോട്ടോകോഡിലോട്ട് പോയതാണ്. ഈ ഒരു സംഭവം മനസ്സിലായില്ല. ഒരുപാട് സിനിമ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നടന്നത് നമ്മുടെ ഓ സൈനബ അഴകുള്ള സൈനബ ആ പാട്ടൊക്കെ നടിനാണ്ട് അവിടെ നിന്ന് റീലൊക്കെ ചെയ്യാൻ ഓർത്തിട്ട് പോയിട്ട് ഞാൻ വയറിളകി ഛർദ്ദിച്ച്. പിന്നെ വോയിസ് കൊടുക്കാനൊന്നും പറ്റാണ്ടെന്ന് വോയിസ് ഓവർ കൊടുത്തോണ്ടാണ്ട ഞാൻ ഈ വീഡിയോ ഒക്കെ എനിക്ക് അവരെടുത്തതാണ്. വോയിസ് ഓവർ പിന്നെ കൊടുക്കാനും ഓർത്ത്. ഇപ്പൊ കാണിച്ച ബാറാണ് ജോസഫ് ബാർ. കുറെ പേർക്ക് അറിയാൻ പറ്റും, മിക്ക ആണുങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും. എന്താന്ന് വെച്ചാൽ അവിടുത്തെ ഈ ഗോവയിലെ ഏറ്റവും സ്പെഷ്യലൈസ്ഡ് ഉള്ള ഒരു ഏറ്റവും പ്രാചീനമായ ഒരു ബാറാണ് ജോസഫ് ബാർ. അത് കാണണമെന്നുള്ള ഒരു ഭയങ്കര ആഗ്രഹമാണ്. എന്നുവെച്ചാൽ കുട്ടിക്കുള്ളുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഉള്ള ക്രേസ് ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അങ്ങനെ അത് കാണണമെന്നും പറഞ്ഞ് ഈ ഛർദ്ദിച്ച് വയറിളകി കിടക്കണ എന്നെ ഞാൻ ചുമന്ന് അവിടെ പോയി. അവിടെ നിന്ന് ആ ഡാൻസ് ചുറ്റിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ അപ്പുറക്കും കുഴഞ്ഞ് തലറങ്ങിയിട്ട് വീണ്. ഡാൻസ് 1 മിനിറ്റത്തെ ഡാൻസ് കഴിഞ്ഞതിന് ശേഷം നമ്മള് പിന്നെ അഞ്ചേട്ടനോട് കൊടുത്തു എന്നെ കയറ്റിയില്ല. Three brother car rental Madgaon railway station. My contact number. Okay. 91112746 They will project my card. കണ്ടില്ല ഇപ്പൊ ആ ചേട്ടനാണ്ട നമ്മൾക്ക് വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത്. 3 ബ്രദേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി വണ്ടിയായിരുന്നു. കുടുക്കും ചാട്ടമൊന്നും ഇല്ലാണ്ട് നല്ല അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സേഫായിട്ട് 4 ദിവസം നമ്മൾ ആ വണ്ടി ഉള്ളതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടൊന്നും അറിഞ്ഞില്ല. ഇനിയിപ്പോൾ 11:30 കണ്ട നമുക്ക് ട്രെയിൻ അതുവരെ നമ്മളിങ്ങനെ ഫുട്പാത്തിൽ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. 7 മണിക്ക് വണ്ടി കഴിഞ്ഞ ദിവസം എടുത്തത്. അപ്പോൾ 7 മണിക്ക് ഞാൻ തിരിച്ചു കൊണ്ടുവന്ന് കൊടുത്ത് നല്ല ഛർദിയാണ് കേട്ടോ. ഞാനിപ്പോഴും ഛർദി തന്നെയാണ്. എന്തോ ഒരു ഉള്ളിൽ ചെന്നിട്ട് സുഖം ആയിട്ടില്ല. അപ്പോൾ വണ്ടിയൊക്കെ സേഫായിട്ട് നമ്മളിവിടെ എത്തിച്ചിട്ടുണ്ട്. കൊണ്ടുപോയതുപോലെ തന്നെ ഒരു കുഴപ്പമൊന്നും ഇല്ലാണ്ട് തിരിച്ചു. ഇനി ഗോവയിൽ വന്നിട്ടുണ്ടെങ്കിൽ ചേട്ടൻ്റെ അടുത്ത് നിന്ന് തന്നെ നമ്മ വണ്ടി റെൻറ്റിന് എടുത്തിട്ടാണ് ഇനി പോകുള്ളൂ. എന്തായാലും ഇനി 11:30 നമുക്ക് ട്രെയിൻ വന്ന വരെ ഇങ്ങനെ ഫുട്പാത്തിൽ നമ്മ റെന്റിന് വണ്ടി എടുക്കുമ്പോഴേക്കും നമ്മൾ ഫുള്ള് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കണം കേട്ടോ. അതിന് തിരിച്ചും മറിച്ചൊക്കെ വീഡിയോ വെച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു വരുമ്പോൾ മുമ്പ് റെന്റിന് എടുത്ത ആളുകൾ എന്തെങ്കിലും ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മുഴുവൻ നമ്മുടെ തലയിലാവും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മ റെന്റിന് കാർ എടുക്കണമെന്നുണ്ടെങ്കിൽ തൊട്ട് മുന്നേ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണം കേട്ടോ. അപ്പം നമ്മൾ വണ്ടി കൊണ്ടുവന്നിട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ ടീമുകളൊക്കെ വന്നു കഴിഞ്ഞാൽ വണ്ടി പരിശോധന എനിക്ക് കണ്ടുകൊണ്ടിരിക്കണത് കേട്ടോ. അവർ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് വേറെ എന്തെങ്കിലും കുഴപ്പങ്ങൾ പറ്റിയിട്ടുണ്ടായില്ലേ എന്നൊക്കെ ഉറപ്പ് വരുത്തും. എന്തെങ്കിലും പ്രശ്നം അഥവാ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സ്ട്രാ പേയ്മെൻറ്റ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. നമ്മൾ ഓൾറെഡി അനുചേട്ടൻ്റെ വണ്ടീനെ കുറിച്ച് നല്ല ഗ്രാഹ്യമുള്ളത് കൊണ്ട് അനുചേട്ടൻ പക്കയായിട്ട് അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് നമ്മൾ കാർ കൊണ്ടുപോയത്. അങ്ങനെ ഡീല് പറഞ്ഞുറപ്പിച്ച് നമ്മളോട് പറഞ്ഞ് ഒരു 3000 രൂപ നമ്മുടെ തന്നെ എക്സ്ട്രാ അവർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല, നമ്മൾ വണ്ടി ഇങ്ങോട്ട് മുങ്ങിയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഉറപ്പിന് വേണ്ടിയിട്ട്. അപ്പം ആ 3000 രൂപ നമ്മൾക്ക് ഇപ്പം തിരിച്ചു തരും കേട്ടോ. അവരുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ആ 3000 രൂപ നമ്മുടെ അടുത്തുനിന്ന് അവരത് വാങ്ങിച്ച് നേരത്തെ വെക്കണത്. നമ്മുടെ ID കാർഡും വാങ്ങിച്ചു വെച്ചിട്ടുണ്ടാവും. തിരിച്ച് നമ്മൾ വന്ന നേരത്തെ ആ 3000 രൂപയും തിരിച്ചു തരും. നമ്മുടെ ID കാർഡൊക്കെ എല്ലാം തിരിച്ചു തന്ന് നമ്മൾ എല്ലാം പറഞ്ഞ വാക്കുകളെല്ലാം എഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അവർക്ക് സന്തോഷമായിട്ട്, എന്താ വെച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ലാത്തൊരു നല്ലൊരു ഫാമിലി ആയിരുന്നു എന്നൊക്കെയാണ് ആൾ പറയണം. ചിലവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരിക്കും. പിള്ളേരൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു നശിപ്പിക്കുമോ എന്നുള്ളത്. പക്ഷേ അവർക്കൊക്കെ ഒന്നും കുഴപ്പങ്ങളൊന്നുമില്ല. പക്ക ആൾക്കാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇതേ കണ്ട ഷെയ്ക്ക് ഹാൻഡൊക്കെ കൊടുത്ത് ഡാൻസൊക്കെ പറഞ്ഞു. കാശും തിരിച്ചു തന്നിട്ടോ. നമ്മൾ പറഞ്ഞ കാശിനെ തിരിച്ചും തന്നു. പിന്നെ കുറച്ച് ഡിസ്കൗണ്ട് നമുക്ക് കൂടുതൽ തന്നു. കുറച്ച് ഓക്കെ മാഡം.
അപ്പൊ 4 ദിവസത്തൊക്കെ നമുക്ക് കിട്ടിയ നമ്മുടെ കാറ് അങ്ങനെ പോയി. നമ്മൾ അങ്ങനെ സ്വന്തമായിട്ട് 4 ദിവസം 4 ദിവസം നമുക്ക് കാർ ഉപയോഗിക്കാനോ ഒരു യോഗവും ആയില്ല. ഇതാണ് അവരുടെ കാർഡ്. ത്രീ ബ്രദേഴ്സും കൊണ്ട് ബൈക്ക്, കാറ്, റെന്റൽ ആൻഡ് ടൂർ പാക്കേജ് ഇവരുടെ കയ്യിലുണ്ട്. മുന്നാന്നാണ് ഈ ചേട്ടന്റെ പേര്. ഇതേ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഞാൻ. കണ്ടോ, ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്. അപ്പോൾ ഗോവയിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതേ ചേട്ടനെ വിളിച്ചാൽ മതി. അടിപൊളിയാണ് സർവീസും കാര്യങ്ങളൊക്കെ കേട്ടോ. ഞങ്ങിങ്ങനെ പുറപ്പെടാൻ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ഇതിനുള്ളൊരു അറിവ് പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഒരു വീഡിയോ പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാനിങ്ങനെ പോണവർക്ക് വേണ്ടിയിട്ട് ഇതേ ഞാൻ ഇട്ട് കണ്ടിട്ട് ഇത് നോക്കിയിട്ട് വേണോ ഈ ഫ്രണ്ടും കാറൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ഓക്കെ. എനിക്ക് എന്ത് പറ്റിപ്പോയെന്നുള്ളത് ഒരു പിടുത്തവും കിട്ടണില്ല. എനിക്ക് എന്തോ ഒരു പനിയുടെ ബുദ്ധിമുട്ടിന്റെ കൊണ്ടാണ്, ഭക്ഷണത്തിന്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണ് ഒന്നറിയില്ല. ഇപ്പൊ ഒരു ഗർഭിണിയുടെ ഒരവസ്ഥയിലായിപ്പോയിട്ട് ഞാൻ വേറൊന്നല്ല, ആ ഗോവയിലുള്ള ആ ഒരു ഫുഡും കാര്യങ്ങളൊക്കെ എനിക്ക് എത്ര അങ്ങോട്ട് സൂചിച്ചിട്ടില്ല. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഉപ്പിലിട്ടത് തിന്നണം, എന്തെങ്കിലും മസാല ദോശ തിന്നണം, ഊണ് കഴിക്കണം, ഇങ്ങനത്തേക്കുള്ളൊരു ചിന്തയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ അവസ്ഥ. അങ്ങനെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ 11 മണി ആയി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ട്രെയിൻ. ഇനി 11 മണിയാകുമ്പോൾ നമ്മൾ ട്രെയിനിലോട്ട് കയറി കഴിഞ്ഞാൽ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് ഉറങ്ങിപ്പോയി നമ്മൾ കണ്ണുറക്കുമ്പോഴേക്കും ഒരുവിധം യാത്രയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടാവും നമ്മളുടെ. അപ്പൊ 11 മണിക്കാണ് ട്രെയിൻ. 11 മണിയാവണ്. ഒരുവിധം 3-4 ഛർദി വയറിളക്കൊക്കെ കഴിഞ്ഞിട്ടുള്ള നിപ്പാണ്ട് എൻ്റെ മിക്കൂസൊക്കെ നല്ല ഉറക്കമുണ്ട്. പരപരാ നേരം വെളുത്തത് 5:30 മണിയൊക്കെ ആവണുണ്ട് കേട്ടോ. ട്രെയിനിലോട്ട് കയറി കഴിഞ്ഞിട്ടൊക്കെ എനിക്ക് ഒട്ടും വയ്യായിരുന്നു. പിന്നെ ഞാനുള്ള കാര്യങ്ങളൊന്നും എടുത്തില്ല. ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ബെഡും കാര്യങ്ങളൊക്കെ കിട്ടി കഴിഞ്ഞപ്പോൾ എല്ലാം സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് കിടന്ന് മിക്കൂസിന് ഇപ്പൊ തെറിച്ച് താഴോട്ട് വീണ്ടെന്ന് ഓർത്ത് മിക്കുവിന്റെ അരിയത്ത് ചേർന്നിട്ടുണ്ട് ഞാൻ കിടന്നത്. നേരെ വെളുത്ത് ഓരോ ബൗഗിന്ന് വേറെ സ്റ്റേഷനിൽ നിന്നൊക്കെ ഓരോ പേരൊക്കെ വരാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആ പോയ ഡ്രസ്സൊക്കെ ഒന്ന് മാറി വേറെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഒന്ന് സെറ്റായി മാറി നിൽക്കാണ്. അപ്പം ഏകദേശം നമ്മള് എത്താറാവണ്. 10:30 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾക്ക് എത്തും. ഇപ്പൊ നിസാര സമയങ്ങള് നമുക്ക് ട്രെയിനിന്റെ ഉള്ളിൽ ചെലവഴിച്ചാൽ മതി. അപ്പൊ കുറെ സ്റ്റേഷനുകളൊക്കെ ഇട സ്റ്റേഷനുകളൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടൊക്കെ കുറെ നേരം ട്രെയിൻ ഡിലേ ഒക്കെ ആയി. അപ്പൊ ആ ഒരു ടൈമിലൊക്കെ പിന്നെ നമ്മൾ വെറുതെ ഇരിക്കുമോ, നമ്മളിതേ പോയി നമ്മളുടെ പണ്ടൊന്നും ഇതേപോലെ ഒന്ന് നടക്കാനിരിക്കാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല. അപ്പൊ പിന്നെ ഞങ്ങൾ ആഗ്രഹങ്ങളൊക്കെ അതിനിടയിലൊക്കെ തീർത്തിട്ടാ. അപ്പൊ നമ്മുടെ തൊട്ടുപോകിൽ നിന്ന് വെച്ച ആളുകളാണ് കേട്ടോ ഇവര്. ഇത്രയും പ്രായമായിട്ടും അവർ ബന്ധം ഗോവയിലൊക്കെ കറങ്ങി തിരിഞ്ഞ് സന്തോഷിച്ചിട്ടൊക്കെ വന്ന വരവാണ്. അങ്ങനെ ഫൈനലി നമ്മളുടെ ഈ 2025 ഗോവൻ ട്രിപ്പ് സീരീസ് അങ്ങനെ അവസാനിക്കാൻ കേട്ടാ. അപ്പോ നമ്മള് എറണാകുളത്താണ് നമ്മളുടെ സ്റ്റേഷൻ ഇറങ്ങേണ്ടത്. പക്ഷെ ഞങ്ങള് പെട്ടെന്നൊരു തീരുമാനം എടുത്ത് ഇത്രയും ദിവസത്തെ മണ്ടത്തരങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയപ്പോ അതിനകത്ത് നിന്ന് ഞങ്ങൾക്ക് ഒരു ബോധം വന്ന് തൃശ്ശൂർ ഇറങ്ങാന്ന്. വേറെ ഒന്നല്ല, തൃശ്ശൂരിന്റെ തൊട്ടരികത്തല്ലേ നമ്മളുടെ സ്ഥലം. എറണാകുളത്ത് നിന്ന് വീണ്ടും 2 കിലോമീറ്റർ 2 മണിക്കൂർ വീണ്ടും തിരിച്ചിങ്ങാട് യാത്ര ചെയ്യുന്നതിലും ഭേദമാണ് തൃശ്ശൂർ ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ ബസ് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലോട്ട് സുഖമായിട്ട് എത്താം. അങ്ങനെ നമ്മള് തൃശ്ശൂർ ഇറങ്ങാന്ന് ആലോചിച്ച് രാവിലെ പല്ലൊക്കെ തേച്ച് ട്രെയിനിൽ നിന്ന്. പക്ഷേ ഭക്ഷണമൊന്നും കഴിച്ചില്ല കേട്ടാ. വയറിനൊക്കെ പണി കിട്ടിയിട്ട് ഛർദിയും ഒട്ടും വയ്യ, ചുമയും പനിയും അങ്ങനെ ആയിട്ട് എല്ലാവർക്കൊക്കെ വയ്യ. അപ്പൊ ഇനിയിപ്പോ ഭക്ഷണം പുറത്തൊന്നും കഴിച്ചിട്ട് നേരെ ഞങ്ങൾ ബസ്സൊക്കെ കയറിയത് ഞങ്ങളുടെ വീട്ടിലോട്ട്. അപ്പൊ ഇനി പുറത്തിറങ്ങിയിട്ട് ബാക്കിയുള്ള വിശേഷം ലാസ്റ്റ് മൂമെന്റ് ആണ് ട്രെയിനിന്റെ ഉള്ളിൽ നിന്നുള്ള ലാസ്റ്റ് സീൻ. അപ്പൊ ട്രെയിനിൽ നിന്ന് ഞങ്ങൾ തൃശ്ശൂര് റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇറങ്ങാൻ പോണം. അപ്പൊ എല്ലാ വീഡിയോസും എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോസിൻ്റെ അടിയിലൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ എനിക്ക് അഭിപ്രായങ്ങളും എന്താണ് നമുക്കുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. ഞങ്ങൾ ഏകദേശം എത്തിക്കൊണ്ടിരിക്കേണ്ട തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട്. എന്തായാലും ഒരുപാട് നല്ല ഓർമ്മകളും ഒരുപാട് എന്താ പറയാ, രണ്ടുപേരുടെയും ഒരുപാട് ആഗ്രഹങ്ങൾ സ്വപ്നങ്ങളൊക്കെ അതെല്ലാം ഫുൾഫില്ലാക്കാനായിട്ടൊക്കെ ഈ യാത്രയിൽ പറ്റിയെന്ന് തന്നെയാണ് ഞാൻ ഓർക്കണം. ഒത്തിരി സന്തോഷമായി. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു യാത്ര. പൈസയൊക്കെ ഉണ്ടായിട്ട് നമ്മൾ ആസ്വദിക്കുക, പൈസയൊക്കെ ആവട്ടെ, എല്ലാ ബാധ്യതകളും തീരട്ടെ എന്നൊക്കെ ഓർത്തിരുന്ന് കഴിഞ്ഞാൽ അത് ശരിക്കും മണ്ടത്തരം തന്നെയുണ്ടാ. കയ്യിൽ നമുക്ക് കിട്ടുന്ന പൈസ ഒരു ഇത്തിരി ആണെന്നുണ്ടെങ്കിലും അത് കൂട്ടി വെച്ചിട്ട് നമുക്ക് കിട്ടാൻ പറ്റുന്നത്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന സന്തോഷങ്ങൾ
നമ്മളത് ചെയ്യാൻ നോക്കാം. നമ്മളുടെ ജീവിതമൊക്കെ അതേപോലെ എപ്പോൾ അവസാനിക്കും, എപ്പോൾ എന്തോരം നീളും ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് നല്ല ആരോഗ്യമായിട്ടിരിക്കുന്ന നേരത്ത് നല്ല തിക്കും തിരക്കുകളുടെ ഇടയിൽ ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ ഒരു സന്തോഷങ്ങളൊക്കെ നമ്മൾ സ്വയം നമ്മളായിട്ട് കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. ഒരുപാട് ജോലിയുടെ സ്ട്രെയിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ തിക്കുമുട്ടി നിൽക്കുന്ന ഒരു ടൈമിൽ അന്വേഷിച്ചിട്ട് കറക്റ്റായിട്ട് ചേട്ടൻ പറഞ്ഞത് നമുക്കിങ്ങനെ പോകാം, ട്രിപ്പ് പോകാം, എല്ലാവരും കൂടി ഒരുമിച്ച് പോകാം. അങ്ങനെ തീരുമാനിച്ച് അങ്ങനെ പെട്ടെന്ന് ഒരിറക്കം കൂടെ ഇറങ്ങിയതാണ്. എന്തായാലും മനസ്സൊക്കെ വല്ലാത്തൊരു റിലീഫ് ഉണ്ട് ഇപ്പൊ. ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിലോട്ട്. പിന്നെ ഈ ട്രിപ്പ് പോയതിൻ്റെ ഒരു വയ്യായികൾ, ക്ഷീണങ്ങളും തളർച്ചകളും അതൊക്കെ ഇനിയിപ്പോൾ 2 ദിവസം കൊണ്ടൊക്കെ ഓക്കെ ആവും. എന്നാലും ഈ ഒരു 2-3 ദിവസം കിട്ടിയ ആ ഒരു ഓർമ്മകൾ അത് ഒരിക്കലും ഫെയ്ഡാവാത്തൊരു നല്ല മെമ്മറീസാണ്. അങ്ങനെ ഞങ്ങളുടെ നാട്ടിലെത്തി. ഇനി എക്സിറ്റ് എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. എക്സിറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ഒരു ഓട്ടോ വിളിച്ചു കഴിഞ്ഞിട്ട് നമ്മള് ബസ് സ്റ്റാൻഡിൽ പോയി ബസ്സും കയറിയിട്ട് അങ്ങനെ പോകാന്നാണ് ആലോചിച്ചേക്കണം കേട്ടാ. നമ്മള് റെയിൽവേ സ്റ്റേഷന് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഇങ്ങനെ ക്യൂവിൽ വന്ന് നിന്ന് ഇവിടെ വന്ന് ഓട്ടോകൾ വന്ന് നമ്മളെ പിക്ക് ചെയ്തുകൊണ്ട് പോകുന്നതാണ് പറയണ. അപ്പൊ നമ്മള് ക്യൂവിൽ നിൽക്കണേ ഓട്ടോന് വേണ്ടിയിട്ട്. ഓട്ടോ വന്നതിന് ശേഷം നമ്മൾക്ക് ബസ് സ്റ്റാൻഡിലോട്ട് പോവാം. എല്ലാവരും ഇങ്ങനെ കുറെ പേരുണ്ട്, നേരം ഇങ്ങനെ നിൽപ്പുണ്ട്. എല്ലാവരും ടിക്കറ്റ് എടുക്കുന്നതിനനുസരിച്ചിട്ട് കണ്ട ഇങ്ങനെ ഓട്ടോകൾ വന്നുകൊണ്ട് നമ്മൾ പിക്ക് ചെയ്തുകൊണ്ട് കൊണ്ടുപോകേണ്ട. ഓരോ ഓട്ടോകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണേ കണ്ടാ. ഞാനിതൊക്കെ ആദ്യമായിട്ട് കാണാണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ കാണിക്കുന്നത് നിങ്ങളാ. അങ്ങനെ നമ്മളിവിടെ അരികെ തന്നെ സ്റ്റാൻഡിന്റെ അരികത്തുള്ള ഒരു റെസ്റ്റോറന്റിൽ കയറിയിട്ട് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. 2 ചോറും ഓർഡർ ചെയ്ത്, ഇവർക്ക് 2 പൊറോട്ടയും ഓർഡർ ചെയ്തിട്ട് അത് കഴിച്ചിട്ടുണ്ട്. നമ്മിനി വീട്ടിലോട്ട് പോകണില്ലെങ്കിൽ ഞാൻ കയറി അടുക്കള കയറി ചോറും കറിയും വെക്കേണ്ടി വരും. എത്ര ദിവസമായിരുന്നു ഈ ഒരു ഇത്തിരി ചോറ് ഞാനായിട്ട് കൊതിക്കണത്. അയ്യോ, നമ്മുടെ നാട്ടിൽ നിന്ന് പോകുമ്പോഴാണ്ട് നമ്മുടെ ഈ ചോറിന്റെ വില അറിയണത് ശരിക്കും. ഞാൻ ഇന്നലെ രാത്രി കണ്ട സ്വപ്നത്തിലേ നല്ല ചൂടൻ കഞ്ഞി ചോറ് അച്ചാറും കൂട്ടി കുടിക്കണത് ഞാൻ സ്വപ്നം കണ്ടപ്പോ ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ചോറ് എന്തോരം മിസ് ചെയ്തെന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരുപാട് വിഷമിച്ചു പോയിട്ട് ചോറ് കഴിക്കാണ്ട്. ചോറിന് പറഞ്ഞ സാധനം കിട്ടാനില്ല. എനിക്ക് അവിടെ ഗോവൻ സ്പെഷ്യലിന്റെ ഒക്കെ മണം കേട്ടിട്ട് ഛർദ്ദിക്കാൻ വന്നിട്ടുണ്ടായില്ല. അപ്പൊ ഞാൻ പപ്പടവും കൂട്ടിയിട്ട് ഈ ചോറ് കഴിക്കട്ടെ കേട്ടാ. നല്ല ചൂടൻ സാമ്പാറുണ്ട്. അപ്പൊ ഇതൊക്കെ ഒഴിച്ച് ഞാൻ ചോറ് കഴിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും പിന്നെ കാണാം. ഓക്കെ. ഇത്ര നാള് കുഴിമന്തി കാണുമ്പോ ഒരു ആക്രാന്തം വരുന്നു. ആ കുഴിമന്തി കാണുമ്പോൾ ആക്രാന്തം ഇപ്പൊ ചോറ് കാണുമ്പോ കേട്ടാ എനിക്ക്. ചോറ് കണ്ടിട്ട് ഇത്രയും ആക്രാന്തം പിടിച്ച് ഞാൻ ഈ അടുത്തൊന്നും ഇങ്ങനെ ആക്രാന്തം പിടിച്ച് ചോറ് കണ്ടു കഴിച്ചിട്ടില്ല. എനിക്ക് ആ ചോറും പപ്പടവും സാമ്പാറൊക്കെ കണ്ടുകഴിഞ്ഞിട്ട് എന്റെ പൊന്നെ എന്തെന്നില്ലാത്തൊരു ആശ്വാസവും സമാധാനം വരുന്നിട്ടാ. ഇന്ന് കുഴിമന്തി കിട്ടിയ ഫീലാണ്. ഇപ്പൊ കുഴിമന്തിനെ കുറിച്ചൊക്കെ ഓർക്കുമ്പോ എനിക്ക് ഓക്കാനും ഛർദിയാണ് വന്നത്. ഉപ്പിലിട്ടത് എന്തെങ്കിലുമൊക്കെ തിന്നാനാണ് ആഗ്രഹമൊക്കെ. അപ്പൊ ഉപ്പിലിട്ട സാധനമൊക്കെ അന്വേഷിച്ച് ഇവിടെയൊക്കെ മുഴുവൻ നടന്നിട്ടൊക്കെ ഒന്നും ഒരു രക്ഷയില്ല, കിട്ടാനില്ല. അപ്പൊ തൽക്കാലം ഈ സാമ്പാറും പപ്പടവും ഇതൊക്കെ കൂട്ടിയിട്ട് കുഴച്ച് വാരി ഞാൻ ഈ ചോറൊക്കെ ഒന്ന് തിന്നിട്ടേട്ടാ. എന്തൊരാശ്വാസമാണെന്ന് അറിയോ നിങ്ങൾക്ക്? പറഞ്ഞത് മനസ്സിലാവൂല മക്കളെ. കവിത എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടാണ് അമ്മ ഭക്ഷണമൊക്കെ കഴിക്കാൻ കയറിയത്. ഇനിയിപ്പൊ നമ്മൾക്ക് തൃശ്ശൂരിൽ നിന്ന് കൊടുങ്ങല്ലൂരോട്ട് ബസ് നോക്കാം. വലിയ ഗ്രാഹ്യമില്ല തൃശ്ശൂരുള്ള ബസ്സുകളും എങ്ങോട്ടാണ് പോണേ എന്താണെന്ന് ഒരു പിടുത്തവുമില്ല. നമുക്ക് നോക്കണം ബസ് നേരിട്ട് എറണാകുളം ബസ് കിട്ടുമെന്നാ. ഇതൊക്കെ നമുക്ക് ചെന്നാലേ അറിയാൻ പറ്റുള്ളൂ. ബസ്സൊക്കെ കിട്ടി, പക്ഷേ ഇത്ര നേരമായിട്ട് ബസ് എടുത്തിട്ടില്ല. ഒടുക്കത്തെ ചൂടും ഇത്രയും ചൂടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു ഒന്നാണ്. ഇപ്പൊ ഇവിടെ വന്നിട്ട് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. വെട്ടികാർക്ക് കുളിച്ചിരിക്കേണ്ട മിക്കൂസി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഒരു കുഴപ്പമൊന്നുമില്ലാണ്ട് കൊടുങ്ങല്ലൂർ വരെ എത്തിയാൽ മതി എന്നുള്ള പ്രാർത്ഥനയാണ്. ഛർദ്ദിക്കാതിരുന്നാൽ മതി. കൊടുങ്ങല്ലൂരോട്ടുള്ള വഴികളൊക്കെ ഇങ്ങനെ പാമ്പും കോണിയും പോലെയാണ്. അപ്പം എനിക്ക് ഇങ്ങോട്ട് തൃശ്ശൂരോട്ട് പോരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് തോന്നാറുണ്ട്.
ഇവർക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, അവിടെ നിന്ന് എത്തി കിട്ടിയാൽ മതി. ഇനി അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് നമ്മൾ നേരെ നമ്മുടെ വീട്ടിൽ പോകും. അമ്മച്ചവിടെ കാത്തിരിക്കുന്നത് നമ്മൾ ചെല്ലണം. 2 ദിവസം മാറി നിന്നോളട്ടാ. അപ്പം ഈ അന്വേഷിച്ചോണ്ടേ ഇരിക്കണം ഇങ്ങനെ എന്തെങ്കിലും അമ്മച്ചോട് ആരോടത്തിട്ട് പോകേണ്ട വീട്ടിൽ തന്നെ ഇരിക്കണം. പട്ടികളുള്ളതുകൊണ്ട് ഞാൻ ഓർത്തും പോകണമെന്ന് പോകാണ്ട് വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പം നമ്മളെ വെയിറ്റ് ചെയ്ത് നോക്കിയിരിക്കണം. എനിക്ക് വേഗം പോയിട്ടാണ് അമ്മച്ചിനെ കാണാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മളുടെ വിക്കൂസ് മേത്തോട്ട് ചാഞ്ഞട്ടാ. ആൾക്ക് വയ്യ, നല്ല ടയേർഡ് ഉണ്ട് കേട്ടാ. കൊച്ചു ആവശ്യതയാണ്. ഇനിയിപ്പോ ബസ്സിൽ ഒന്ന് ഛർദിക്കാതിരുന്നാൽ ഞാൻ ഭാഗ്യം കൊടുങ്ങല്ലൂർ എത്തണമെന്ന് നമുക്ക്. എനിക്ക് ആ കിടപ്പ് കണ്ടപ്പോ തന്നെ തോന്നിയട്ടാ. പകുതി നമ്മൾ കൊടുങ്ങല്ലൂർ കൃത്യമായിട്ട് എത്തണ നേരത്തിന് ഈ കൊച്ചിറക്കാൻ വാള് വെച്ച്, അത് ലിമിറ്റഡ് ബസ്സാണ്. വാള് വെച്ച് കഴിഞ്ഞിട്ട് ഭാഗ്യത്തിന് ഒരു കവർ കയ്യിലുണ്ടായിരുന്നു, ഒരു തോർത്തും കയ്യിലിരിപ്പുണ്ടായിരുന്നു. അതിനകത്തോട്ടാണ് ഛർദിച്ചത്. ബസ് എന്നിട്ട് ഈ കിളി എന്ന് പറഞ്ഞവൻ, അങ്ങനെ ഞാൻ പറയണം, ബസ് നിർത്തി തന്നില്ല നമുക്ക്. സ്റ്റാൻഡിൽ ചെന്നിട്ട് ബസ് നിർത്തി അവിടെ കഴുകിയിട്ടിട്ട് പോയാൽ മതിയെന്ന്. കൊച്ചു ഛർദ്ദിച്ച് ചീറ്റുമുട്ടൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, നമ്മുടെ മേത്ത് തന്നെയായിരുന്നു കൊച്ചു ഛർദ്ദിച്ചിട്ടത്. അതിനുശേഷം 2 ഒച്ചയൊക്കെ എടുത്ത് ബഹളമൊക്കെ കൊടുത്ത് കംപ്ലൈന്റ് കൊടുക്കുമെന്നും പറഞ്ഞ് പേടിപ്പിച്ച് ഞങ്ങൾ അവിടെ നിന്ന് വേഗം ഒരു ഓട്ടോറിക്ഷ വിളിച്ച് കൊടുങ്ങല്ലൂർ അവിടെ തന്നെ നിർത്തി കൊച്ചിനൊന്ന് കഴിച്ച് വൃത്തിയാക്കിയെടുത്ത്. ആവശ്യതായിരിക്കണ ഇരിപ്പാണ്ടാ. കൊച്ചിനെ എന്നിട്ട് കഴുകി ഒന്ന് വൃത്തിയാക്കി നമ്മൾ വേറെ ഓട്ടോറിക്ഷ ചേട്ടനെ വിളിച്ച്. ആ ചേട്ടൻ പാവം, ആ ചേട്ടൻ്റെ കയ്യിലുണ്ടായ സാധനങ്ങളൊക്കെ നമുക്ക് എന്താന്ന് സഹായിച്ച് കൊച്ചിനൊന്ന് ശരിയാക്കിയൊക്കെ എടുത്ത് ഡ്രസ്സൊക്കെ അവിടെ തന്നെ നിന്ന് മാറിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയേണ്ട. നല്ല ബസ്സാരും നല്ല കിളികളും ഉണ്ടാവും, ചില മെനക്കെട്ട കിളികളും ഉണ്ടാവും. ഒരു മെനക്കെട്ടവനായിരുന്നു ഞങ്ങൾ കയറിയ ബസ്സിൻ്റെ ഉള്ളിലത്തെ കിളി. നമ്മുടെ ഈ നാടും വീടൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മനസ്സിന് വല്ലാത്തൊരു ആശ്വാസവും സന്തോഷമൊക്കെ. എത്രയൊക്കെ ഏതൊക്കെ വലിയ നാടൊക്കെ പോയി കണ്ടാലും എത്രയൊക്കെ ടേസ്റ്റുള്ള ഫുഡ് കഴിച്ചാലും നമ്മുടെ വീട്ടിൽ വന്നുള്ള ആ ഒരു ഫുഡും നമ്മുടെ ആ വീടിന്റെ ഒരു സുഖവും അത് വേറെ ഒരു ലെവലാണെന്ന് എനിക്കിപ്പോ മനസ്സിലായിട്ടാ. ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞ് ഇങ്ങനെയൊക്കെ പോയി ആസ്വദിക്കണോന്ന്, എന്നിട്ട് എന്താ ഇങ്ങനെ പറയണെന്നല്ലേ. അതും ഒരു സുഖം, ഇതും ഒരു സുഖം. പക്ഷെ ഇപ്പൊ എന്തോ 2-3 ദിവസമായി കഴിഞ്ഞപ്പോഴേക്കും വീടിനെ വല്ലാണ്ട് മിസ് ചെയ്യണ്. വീട്ടിലെ ഭക്ഷണവും എല്ലാം കൊണ്ടും എല്ലാത്തിനെയും മിസ് ചെയ്യണ്. അപ്പൊ വീട്ടിലോട്ട് ഇങ്ങനെ എത്തണ ആ വഴിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും മനസ്സിന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം ഉണ്ടാ. ഇനി ഇത് ഏതാനും നിമിഷങ്ങളുള്ളൂ നമ്മുടെ വീട് എത്തിച്ചേരാനായിട്ട്. അങ്ങനെ ഇനിയിപ്പൊ അമ്മച്ചിയുടെ പ്രതികരണം എന്താന്ന് നോക്കാം നമ്മളെ കാണുമ്പോളത്. എന്റെ വീട്. അപ്പൊ എന്റെ വീട് കണ്ടു കഴിഞ്ഞാണ് എന്റെ അനിയച്ചേട്ടന്റെ വീട്ടിലോട്ട് പോണത് കേട്ടാ. മെക്കൂനൊക്കെ ഇതോടെ യാത്രയോടുകൂടി മെക്കൂനും മതിയായി. എന്ന് വെച്ചാൽ യാത്രയൊക്കെ 2-3 ദിവസം ഉണ്ടായല്ല. പിള്ളേരൊക്കെ ഭയങ്കര ടയേർഡായി. ഇനി അപ്പനമ്മ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിക്കോ, ഞാനില്ലട്ടോ അപ്പേ എന്നാണ് പറഞ്ഞേക്കണം. നിങ്ങ എവിടെയെങ്കിലും ഒക്കെ പോയ സ്ഥലങ്ങളൊക്കെ കണ്ടോ, ഞങ്ങ വന്നില്ലട്ടാ എന്നാണ് പറഞ്ഞേക്കണം. അങ്ങനെ നമ്മളുടെ വീട്ടിൽ സേഫായി തിരിച്ചെത്തി. കഴിഞ്ഞ ദിവസം ഒരു നട്ടപ്പാതിരാക്ക് ഇറങ്ങി ഇവിടുന്ന് പോയതാണ്. ഇപ്പൊ ഓട്ടോറിക്ഷ വെച്ചേട്ടേന്ന് ഇപ്പോഴാണ് ഓടി എത്തോട്ടെ. അതേ അവിടെ നോക്കിയിരിപ്പുണ്ട് അമ്മച്ചി. അവിടെ ഇരിപ്പുണ്ട് അമ്മച്ചി. ഇതേ കൂട്ടുകാരത്തിയൊക്കെ വന്ന് കൂട്ടിയിരിപ്പുണ്ട് കേട്ടാ. അമ്മച്ചിക്ക് കൂട്ടുകാരത്തിയൊക്കെ ഉണ്ട്. ബ്രൂണോ ക്ഷീണിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ബ്രൂണോ ക്ഷീണിച്ച്. അമ്മച്ചോട് പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ട് കൂടുവന്ന് തൂറാനും മുള്ളാനും ഒന്നും പറഞ്ഞു വിടണ്ടാന്ന്. അമ്മച്ചിക്ക് കേറ്റാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ ഞാൻ കെട്ടിയിട്ടേക്കായിരുന്നു. അപ്പൊ അയ്യോ കണ്ടിട്ടുള്ള ഭാഷ പ്രകടനം. ആശ്വാസമായി ബ്രൂണോന് ഞങ്ങളെ കണ്ടപ്പോ. അങ്ങനെ നമ്മുടെ സേഫായിട്ട് തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് വന്നു. കത്തിക്കരി കളിച്ച് 2-3 ദിവസം കൊണ്ട് എന്റെ കോലൊക്കെ നോക്കിയേ. അപ്പൊ ഞാൻ ഇനി ഒന്ന് ഫ്രഷ് ആയിട്ട് പഴയ ജീവിതത്തിലോട്ടൊക്കെ ഒന്ന് ഇനി ഇറങ്ങണം. അടുക്കളയിൽ കയറണം, പണിയെടുക്കണം. ഇനിയിപ്പോ പണിയൊന്നുമില്ല കേട്ടാ. ഒന്ന് കുളിച്ച് മാറിയിട്ട് സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങണം. ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ പഴയ പോലെ ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പം ഇനി
പിന്നെ മറ്റൊരു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും പിന്നെ ഒക്കെ വരാം, പിന്നെയൊക്കെ കാണാം. തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ കാണാം കേട്ടോ. ഓക്കെ ബൈ, ടാറ്റാ. അപ്പൊ എല്ലാവരുടെയും കുളിയും ദേവാരം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ അടുത്ത ചടങ്ങെന്ന് പറയുന്നത് പെട്ടി പൊട്ടിക്കലാണ്ട്. നമ്മൾക്ക് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കിയാലും നമ്മൾ വാങ്ങിച്ചേക്കണത് അതേ സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല, കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് നിങ്ങളായിട്ടൊന്ന് കാണിച്ചു തരാം. ബാക്ക്ഗ്രൗണ്ട് നോക്കണ്ട, അത് ഇനിയിപ്പോ അലക്കി ഇറക്കണം മറ്റന്നാ. നമുക്ക് പെട്ടി പൊട്ടിക്കാട്ടാ. പെട്ടിയിലുള്ള സർവ്വ സാധനങ്ങൾ എന്തെങ്കിലും നമ്മൾ നോക്കണ്ട. പെട്ടി മുഴുവൻ സാധനങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങളല്ല. ഈ ഒരു നോട്ട് പാഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വന്ന ചെലവുകൾ ഏകദേശം ഒരു കണക്ക് കുറച്ചൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് എഴുതാനൊന്നും പറ്റിയില്ല. പിന്നെന്ന് പറഞ്ഞത് മനസ്സമാധാനം എന്ന് പറഞ്ഞ സാധനം അരികത്തെ കൂടി പോകാത്ത നമ്മുടെ അനീഷേട്ടിന് സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തലക്കുമ്പാത്ത് രണ്ടിടത്തും വെക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു മരത്തിന്റെ, അതാ ചേട്ടന്റെ ഒരു അവസ്ഥയും കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ കണ്ടഞ്ഞപ്പോ വാങ്ങിച്ചു കൊണ്ടുവന്നതാണ് ഈ ബുദ്ധൻ. കാണിച്ചു കൊടുത്ത ബുദ്ധനാ കണ്ട. പക്ഷെ ബുദ്ധൻ ഇത്തിരി ദേഷ്യത്തോടെയാണ് ഇരിക്കണെന്ന് തോന്നണ്. ചേട്ടന്റെ ദേഷ്യം കൂടുമെന്നുള്ളതെന്ന് തോന്നണം. പിന്നെ നമ്മൾക്ക് ഇവിടെ നിന്ന് മറ്റേ തരുവലെന്നൊക്കെ പഞ്ചസാര സാധനങ്ങളൊക്കെ അതൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എല്ലാ 3 സ്ഥലത്ത് നിന്നെടുത്തുനിന്ന് 3 കിട്ടിയ ചായപ്പൊടി പഞ്ചസാര അതൊക്കെ നമ്മൾ എടുത്തുകൊണ്ടുവന്ന് മലയാളികളല്ലേ, സ്വാഭാവികം എടുത്തുകൊണ്ടുവരും. പിന്നെ പുണ്യാളന നമ്മള് പോയി തൊട്ട് മൊത്തിച്ചിട്ട് കിട്ടിയ 3 കൊന്ത അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് ചേച്ചിക്കും അമ്മച്ചിക്കും എൻ്റെ അമ്മച്ചിക്കും 3 പേർക്കും കൊന്ത വാങ്ങിച്ചിട്ട് നമ്മ പുണ്യാളിനെ തൊട്ട് മൊത്തിച്ച് കൊണ്ടുവന്ന കൊന്തീൻ്റെ കേട്ടാ. അപ്പൊ 3 കൊന്ത പുണ്യാളിനെ മൊത്തിച്ചിട്ട് അത് 3 വാങ്ങിച്ചിട്ടുണ്ട് കേട്ടാ. അപ്പൊ 3 കൊന്തതേ കൊണ്ടുവന്നത് അമ്മച്ചി കൊണ്ടുപോയി കൊടുത്തിട്ടാ. അവിടത്തെ ഗോവയില അവിടത്തെ മെയിൻ സംഭവമാണ് ഗോവൻ ഫെനി. ഞാൻ കാണിച്ചു തന്നില്ലേ വീഡിയോയില് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട്. കശുവണ്ടി വെച്ച് നിർമ്മിക്കണ, കശുമാങ്ങ വെച്ചിട്ട് ഉണ്ടാക്കണ ഗോവൻ ഫെനി. ഇതൊക്കെ ഓരോ പേര് പറഞ്ഞ് നമ്മളോട് ഏൽപ്പിച്ച് തന്ന് കാശൊക്കെ തന്ന് ഏൽപ്പിച്ചിട്ട് നമ്മൾ വാങ്ങിച്ചോണ്ട് വന്നേക്കണാണ്ട് ഓരോ പേർക്ക് വേണ്ടിയിട്ട്. നമ്മോട് പോണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കോണെന്ന് പറഞ്ഞ് നമ്മളുടെ അടുത്ത് പൈസയൊക്കെ പറഞ്ഞ് തന്ന് ഏൽപ്പിച്ചേക്കായിരുന്നു. പിന്നെ നമ്മുടെ കുറച്ച് മുഷിഞ്ഞ തുണികളും മുഷിഞ്ഞ കുറച്ച് സാധനങ്ങളൊക്കെ അതൊക്കെയാണ് ബാഗിലുള്ളത്. പിന്നെ ഡ്രസ്സൊന്നും ഇത്ര ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല കൊണ്ടുപോകാനായിട്ട്. നമുക്ക് അതേ ഡ്രസ്സുകളൊന്നും ഉപയോഗിച്ചൊന്നുമില്ല. പിന്നെ ഇതും വേറൊരാള് പറഞ്ഞിട്ടാ. അപ്പൊ ലീക്കായത് കണ്ടപ്പോൾ കൻഷേട്ടൻ സന്തോഷം വന്നു. അപ്പൊ ഒരിത്തിരി നക്കി നോക്കിയതാണ് ടെൻഷേട്ടൻ. ഇനിയിപ്പൊ ആ തുണി കൂടി കൂട്ടി കൊടുക്കാം, നമുക്ക് തുണി പിഴിഞ്ഞു കൊടുക്കട്ടെ. ഇതൊക്കെ മുഴുവൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ലാട്ടെ. ഇത് മുഴുവൻ ഓരോ പേര് കാശ് തന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഗോവയിൽ പോണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഗോവയില് കാശ് കുറവിന് സംഭവം കിട്ടും. അപ്പൊ ഇതൊക്കെ വാങ്ങിച്ചോണ്ട് വന്നു പറഞ്ഞു ഓരോ പറഞ്ഞ് നമ്മളുടെ പേര് നമ്മളോട് പറഞ്ഞിട്ട് നമ്മ വാങ്ങിച്ചോണ്ട് വന്നു മാജിക് മൊമെന്റ്സ്. പിന്നെ ഈ ഒരു ബുദ്ധൻ നമ്മുടെ കയ്യിലോട്ട് തന്നു കഴിഞ്ഞപ്പോ പറഞ്ഞു ഈ ബുദ്ധൻ കാറിൽ വെക്കണ ഒരു ബുദ്ധനാണ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് കാറൊന്നും ഇല്ല, കാറൊന്നും കയറാൻ പറ്റാത്ത ഒരു വഴിയാണ്, ഞങ്ങൾക്ക് കാറൊന്നും ഇല്ലെന്ന്. പക്ഷെ നിങ്ങൾ അടുത്ത് തന്നെ കാറ് വാങ്ങിക്കും, കാറൊക്കെ വാങ്ങിക്കുമ്പോ നിങ്ങൾ കാറിന്റെ ഉള്ളിൽ ഫ്രണ്ടിൽ ഇത് വെക്കണോട്ടാന്നും പറഞ്ഞോണ്ട് തന്നതാണ്ട. ഈ ബുദ്ധൻ കാണുമ്പോൾ ആളിച്ചിരി കുഞ്ഞനാണെന്നുണ്ടെങ്കിൽ ഇത് എന്തൊരു ബോണിന്റെ പൗഡറില്ലേ, ബോൺ പൗഡർ കൊണ്ട് ചെയ്തെടുത്തേക്കണ ഒരു ആന്റിക്ക് കടയിൽ നിന്ന് വാങ്ങിച്ചേക്കണ ഒരു ബുദ്ധനായിട്ട്. ഇത് എന്തിന്റെ ബോണാണെന്നൊന്നും അറിഞ്ഞൂടാ, പക്ഷെ ഒരു ബോണിന്റെ പൗഡറുകളെല്ലാം ചേർത്തുണ്ടാക്കിയേക്കണ ഒരു ബുദ്ധനാണ്. അങ്ങനെ വേറൊരു ബുദ്ധൻ. ഈ ബുദ്ധനാ ആ ചേട്ടൻ വെറുതെ തന്നാണ്ട്. ഞങ്ങൾ ഇങ്ങനെ എന്തോ സംസാരിച്ചോണ്ടിരിക്കുന്നത്. നിങ്ങൾ കണ്ടില്ലേ വീഡിയോയിൽ ഞാൻ ആ ചേട്ടന്റെ അക്കൗണ്ട് ഒക്കെ ശരിയാക്കി കൊടുത്തത്. ആ ചേട്ടന്റെ ഫോണിലെ അക്കൗണ്ടിന്റെ എന്തോ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനത് ശരിയാക്കി കൊടുത്തു കഴിഞ്ഞപ്പോ എനിക്കൊരു ഗിഫ്റ്റ് പോലെ ആള് തന്നതാണ് ഇത്. അപ്പൊ അങ്ങനൊരു ബുദ്ധനും. അങ്ങനെ ഈ പെട്ടി നമ്മളിതേ ഇപ്പതേ കാലിയാക്കി എല്ലാം അടച്ചിട്ട് ഇനി ഈ പെട്ടി അടുത്ത് പോകാൻ പോണത് ഒന്നില്ലെങ്കിൽ ബാലിയിലോട്ട് ഇല്ലെങ്കിൽ തായ്ലാൻഡിലോട്ട്. അതിന് ദൈവം ഞങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ നമ്മൾ പെട്ടി അടച്ച് കവറിലിട്ട് പെട്ടിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പെട്ടിയുടെ ഉള്ളിൽ തന്നെ എടുത്ത് സൂക്ഷിച്ചു നോക്കാൻ വേണം. എന്നോട് അനുസരിച്ച് പറഞ്ഞേക്കണത് ഇനി ബാലിയിലോട്ടോ തായ്ലാൻഡിലോ ഉറപ്പായിട്ടും കൊണ്ടുപോകുന്നതാണ്. അപ്പൊ അതിനായിട്ടുള്ള കാത്തിരിപ്പാണ്. ഇനി അതിനായിട്ടുള്ള പൈസയൊക്കെ സ്വരൂപിച്ചിട്ട് നമുക്കിനി പോകാം. ഇനി പിള്ളേരെ കൊണ്ടുപോകൂല, അത് വേറെ കാര്യം. ഇനി എന്തൊക്കെ നിങ്ങൾ കമന്ററിൽ പറഞ്ഞു കഴിഞ്ഞാലും പിള്ളേരെ കൊണ്ടുപോകൂല. ഞാൻ അനുശേഷനും മാത്രമായിട്ട് ഈ ലോകം മുഴുവൻ ഇനി കാണാൻ പോണത്.
അങ്ങനെ ഇനി ബാലിയിലോ തായ്ലൻഡിലൊക്കെ വെച്ച് നമുക്ക് കാണാം. പിന്നെ ഇനിയിപ്പോ നമുക്ക് ഇനി അടുക്കളയിലോട്ട് കടന്നു കഴിയുമ്പോൾ നമുക്ക് അടുക്കള വിശേഷങ്ങളുമായിട്ട് കാണാം. അപ്പം എന്താ പെട്ടിപൊട്ടിക്കല കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. അപ്പൊ ഇത് ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നിട്ടാ പെട്ടിപൊട്ടിക്കൽ വിശേഷം എന്തൊക്കെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് അറിയണ്ടേ. അപ്പൊ ഓക്കെ ബൈ, ടാറ്റാ. ടാറ്റ കൊടുക്കാൻ ചേട്ടാ, ടാറ്റ കൊടുക്ക്. ബ്ലെൻഡഡ് വിത്ത് ഓൾഡ് കാഷ്യൂ ഫെനി ഹൈജീനിക്കലി ഡബിൾ distilled and aged a perfect Goan cashew fenny for sale in Goa only. കണ്ട, ഗോവയിൽ മാത്രം കിട്ടുന്ന സ്പെഷ്യൽ ഫെനി. കാഷ്യൂ വെച്ചിട്ട് ചവിട്ടി കാലും കൊണ്ട് തന്നെ ഇട്ട് ചവിട്ടി അതിൻ്റെ നീരൊക്കെ എടുത്ത് അങ്ങനെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഡീറ്റെയിൽ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കാണോട്ടല്ലായിരുന്നു പോയി. ഞാൻ കുടിക്കാറൊന്നുമില്ല, പക്ഷെ ഇത് ഇത്തിരി ഒന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ കുടിച്ച് നോക്കണം. ധാരാണ്ടും പറഞ്ഞ് ഏൽപ്പിച്ചതാണ്, പക്ഷെ അവരോട് ചോദിക്കണം, അവർ ഇത്തിരി തരുമെന്ന്. അങ്ങനെ ഒരു കുളിയും തേവാരൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസത്തെ ഭാഗമാണ് ഈ കാണുന്നത്. നമ്മൾ ഗോവയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ ഗോവൻ എഫക്റ്റ് ഇപ്പോഴും അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടാണ് ഇപ്പോഴും നാട്ടിൽ ഞാൻ നടക്കണം. അങ്ങനെ ഞാൻ വന്നേക്കണത് നമ്മുടെ രണ്ടാമത്തെ ചേട്ടൻ്റെ വീട്ടിലാണ് കേട്ടാ. മൂത്ത ചേട്ടൻ്റെ രണ്ടാമത്തെ ചേട്ടനും കൂടി ഞാനൊരു കുപ്പി വാങ്ങിച്ചിട്ടുണ്ട്. കുപ്പി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വരവാണ് കേട്ടോ. രണ്ടാമത്തെ ചേട്ടൻ്റെ അടുത്ത് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും സംഗമിക്കണത് ഇവിടെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. അപ്പം ചേട്ടൻ ഇങ്ങോട്ട് വന്ന് രണ്ടുപേരോട് കഴിച്ചോളൂ. അപ്പം ചേട്ടൻ എന്തേ ചോറൊക്കെ തിന്നോണ്ടിരിക്കണം. ചേട്ടനൊട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ചേട്ടൻ കുപ്പിയും കൊണ്ടുവന്ന് ചേട്ടൻ്റെ സന്തോഷം നോക്കിയേ, 1000 നക്ഷത്രം വിരിഞ്ഞ് ചേട്ടൻ്റെ മുഖത്ത്. അങ്ങനെ ചേട്ടന് കൊണ്ടുവന്ന ചേട്ടനൊരു മാജിക് മൊമെന്റ്സ് ഒക്കെ കൊണ്ടുപോയി കൊടുത്ത് ചേട്ടനും മൂത്ത ചേട്ടനും കൂടി ഇനിയിപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും 2 പാമ്പുകളാവും. ചേച്ചിമാരുടെ അടുത്തുനിന്ന് തല്ലുള്ളൂന്നാവും എനിക്ക്. എന്നാലും കുഴപ്പമില്ല, അവർക്കൊരു സന്തോഷം, എനിക്കും ഒരു സന്തോഷം. അങ്ങനെ കുപ്പിയൊക്കെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവരുടെ മേശപ്പുറത്ത് ഉപ്പിലിട്ട് ലൂബിക്കിരിക്കണ്ട. അങ്ങനെ ആ ഒരു കുപ്പിയും കൊടുത്ത് ഞാനൊരു കുപ്പി ഉപ്പിലിട്ട് ലൂബിക്കുകയും കൈക്കലാക്കിയിട്ട് തിരിച്ചിങ്ങോട്ട് പോന്നു. അപ്പോൾ പിന്നെ കുറച്ച് മിഠായികൾ ഉണ്ടായിരുന്നു, അതാ പിള്ളേർക്കൊക്കെ കൊടുത്ത്. പിന്നെ ഗോവയിൽ മാത്രം കിട്ടുന്ന ഒരു സ്വീറ്റ് ഉണ്ടായിരുന്നു, അത് കൊടുത്ത്. വായിലൊക്കെ കൊള്ളില്ല കേട്ടോ, മറ്റേ തേങ്ങാ പിണ്ണാക്കിൻ്റെ ഒക്കെ എന്തോ ചോവ. അപ്പം ഇത്രയൊക്കെ ഉള്ളട്ടോ, ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നേ. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ ബൈ.